ഇപ്പൊ നമ്മുടെ കുട്ടികൾ ഇന്ന് ദേവാലയങ്ങളിൽ വരുന്നില്ല. അത് ഹിന്ദുവിന്റെ ആവട്ടെ ക്രിസ്ത്യാനിന്റെ ആവട്ടെ ആരും വരുന്നില്ല. വരുന്നുണ്ടോ? വളരെ കുറഞ്ഞു വരവ്. ക്രിസ്തോസ്റ്റം തിരുമേനിയോടാ ചോദിച്ചത്, ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഇല്ലാന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളെപ്പോലെ കുറച്ച് ആളുകൾക്ക് ജീവിച്ചു പോകാൻ പറ്റും. ഒരു കഥ പറയട്ടെ. നിങ്ങളുടെ പേരക്കിടാങ്ങളോട് ഇത് പറഞ്ഞു കൊടുക്കണം. ഒരാൾക്ക് 17 ഒട്ടകങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് പ്രായമായി. അദ്ദേഹം മക്കളെ 3 പേരെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, നമുക്കുള്ള ആകെയുള്ള സമ്പാദ്യം ഇതാണ്, ഈ 17 ഒട്ടകങ്ങളാണ്. ഇതിൽ മൂത്തയാള് ഈ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവൻ ഇതിന്റെ പകുതി കൊടുക്കണം. രണ്ടാമത്തെ ആൾക്ക് 1/3 കൊടുക്കണം. മൂന്നാമത്തെ ആൾക്ക് ഇതിന്റെ 9/1 ഭാഗം കൊടുക്കണം. കുറഞ്ഞു പോകരുതിട്ട മക്കളെ, വീതം വയ്ക്കുന്നത് വളരെ കൃത്യതയോടുകൂടി വേണം. അച്ഛൻ ഇത് പറഞ്ഞിട്ട് അധികം പെട്ടെന്ന് മൈസൂരി. ഇതെങ്ങനെ പങ്കുവെക്കുമെന്ന് അറിയാതെ കുട്ടികൾ വല്ലാത്ത ധർമ്മസങ്കടത്തില്. അവരുടെ പ്രിയപ്പെട്ട ഒട്ടകങ്ങളെ കൊല്ലാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതുവഴി ഈ ചാക്കോച്ചേട്ടനെ പോലെ ഒരാൾ വരിക. അദ്ദേഹം ചോദിച്ചു, എന്താ മക്കളെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അവര് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വഴിയുണ്ടാക്കാം, ഞാനൊരു ഒട്ടകത്തിന്റെ പുറത്താണ് വന്നിരിക്കുന്നത്, നിങ്ങളെടുത്തു. അപ്പൊ എത്ര ഒട്ടകമായി? 17 18 ഒട്ടകമായി. അപ്പൊ വീതം വെച്ചോളൂ. പകുതി ആൾക്ക് കൊടുക്കണം, മൂർത്തി ആൾക്ക് കൊടുത്തു. ശ്രദ്ധിച്ച് കഥ കേൾക്കണം. 9 കൊടുത്തു. കണക്കിന്റെ ആളാണത്. രണ്ടാമത്തെ ആൾക്ക് 1/3 ഭാഗം കൊടുത്തു. എത്ര കൊടുത്തു? 6 കൊടുത്തു. അടുത്ത ആൾക്ക് 9/1 ഭാഗം. എത്ര കൊടുത്തു? 2 കൊടുത്തു. അപ്പൊ ആദ്യത്തെ ആൾക്ക് 9 കൊടുത്തു. 9 6 15 2 17 ഒട്ടകമായി. ഇല്ലേ? അവരെല്ലാം ഹാപ്പിയായി. പെട്ടെന്ന് കുട്ടികൾ പറഞ്ഞു, അല്ലെ, ഒരെണ്ണം കൂടുതലുണ്ടല്ലോ. അപ്പൊ ഈ വന്നയാള് പറഞ്ഞു, അത് എന്റെ ഒട്ടകമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒട്ടകമായിട്ട് പോയി. ഇത്രയേ ഉള്ളൂ ഈശ്വര വിശ്വാസം. അനുമചേട്ടത്തിക്ക് മനസ്സിലായോ? മനസ്സിലായില്ലേ? അപ്പൊ ഈശ്വരനോട് പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലും കിട്ടുമോ? ഒന്നും കൊടുക്കാൻ പാവത്തിന് കഴിയില്ല. അപ്പൊ ഇങ്ങനെ ചില ടെക്നിക്കുകൾ അദ്ദേഹത്തിന് നടത്താൻ പറ്റും. ഇല്ലേ? നേരായ വഴി നമുക്ക് കാണിച്ചു തരാൻ കഴിയും. നമ്മൾ വല്ലാത്ത പ്രശ്നങ്ങളിലൊക്കെ ആകുമ്പോൾ മക്കള് പറയടാ, അവിടെ പോയി ഇതെല്ലാം ഒന്ന് സമർപ്പിച്ചാൽ നിന്റെ മൈൻഡ് ഫ്രീ ആവും. അപ്പൊ മൈൻഡ് ഫ്രീ ആയ എന്താ ഗുണം? നല്ല ചിന്തകൾ ഉണ്ടാവും. നല്ല ചിന്തകൾ ഉണ്ടാവും. വളരെ കൃത്യമായ തീരുമാനം എടുക്കാൻ പറ്റും. അപ്പൊ ഈ കുട്ടി ചോദിക്കും, അതിന് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ? അന്നേരം അവരോട് പറയണം, ഇതാ നമ്മൾ ഈ ഫാനിന്റെ അടിയിൽ ഇരുന്ന് കാറ്റ് കൊള്ളുന്നതും മരത്തണലിൽ ഇരുന്ന് കാറ്റ് കൊള്ളുന്നതും വ്യത്യാസമില്ലേ? അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അവിടെ ഇതിന് വേണ്ട എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്ന് പറയണം.